ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് വിജയബേരി സീരീസ് ടെസ്റ്റ് പാർട്ട് 1 കോഡ് സിയുടെ വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. പാർട്ട് 1 കോഡ് സി. കോഡ് ബിയും കോഡ് എയും പോലെ തന്നെ മാക്സിമം സ്കോർ 40, ടൈം 1 മണിക്കൂർ 30 മിനിറ്റ്, അതിൽ തന്നെ 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം. 1 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 3 സ്കോർ വീതം. അതുപോലെ 6 മുതൽ 10 വരെയുള്ള 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 4 സ്കോർ വീതം. 11 മുതൽ 13 വരെയുള്ള തന്നിരിക്കുന്ന 3 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 6 സ്കോർ വീതം. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഡാഷ് if it is both on1 and on2. നമുക്കറിയാം ഒരേ സമയം on1 on2 ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാനുള്ളത് ബൈജക്റ്റീവ്. ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസർ ബൈജക്റ്റീവ്. ബൈജക്റ്റീവ്. ഇനി അതിലെ രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത് പ്രൂവ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എഫ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് ഈസ് നൈദർ 1 നോർ ഓൺ ടു. 1 അല്ല ഓൺ ടു അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എക്സ് ആണെങ്കിൽ നമുക്കിവിടെ എഫ് ഓഫ് 1.1 കണ്ടാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1.1. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1.1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുപോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1.2 ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1.2. അതിൻ്റെ വാല്യൂയും 1 തന്നെയാണ്. ഡിഫറെൻ്റ് എലമെൻറ്റിന് സെയിം ഇമേജ്. 1.1ൻ്റെ ഇമേജും 1 ആണ്, 1.2ൻ്റെ ഇമേജും 1 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് നോട്ട് 1. അതായത് എഫ് ഈസ് നോട്ട് 1. ഇനി ഓൺ ടു എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇവിടെ ഡൊമൈൻ, ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ക്യാപിറ്റൽ ആർ ആണ്. റേഞ്ച് ആയിട്ട് വരുന്നത് ഫംഗ്ഷൻ്റെ റേഞ്ച് സെറ്റ് ആണ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. എന്നാൽ കോ ഡൊമൈൻ ആയിട്ട് വരുന്നത് കോഡൊമൈൻ എന്നുള്ളത് ക്യാപിറ്റൽ ആർ ആണ്. രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇല്ലാത്ത പ്രീ ഇമേജ് ഇല്ലാത്ത ഒരു എലമെൻ്റ് എടുക്കുന്നു. അതായത് 1.3 എന്ന നമ്പർ എന്ന റിയൽ നമ്പർ ആറിലാണ്. 1.3 എലമെൻ്റ് ഓഫ് ആർ. there does not exist x element of R such that f of x equal to greatest integer x equal to 1.3. അതായത് എഫ് ഓഫ് എക്സ് 1.3 വരുന്ന തരത്തിലുള്ള ഒരു എക്സും ക്യാപിറ്റൽ ആറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതേ രീതിയിലും എഴുതാം. അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡിൽ ഇത് ഓൺ ടു അല്ല എന്ന് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് ഗ്രാഫ്. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൻ്റെ പേരാണ് എഴുതേണ്ടത്. അതിൻ്റെ ഡൊമൈനും റേഞ്ചും കൂടി രണ്ടാമത്തെ ചോദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ -1 മുതൽ +1 വരെയാണ്. π/2 ആണെങ്കിൽ 0 ആണ്. അതായത് ഇവിടെ 0 മുതൽ π വരെയാണ് ഈ ഫംഗ്ഷൻ വാരി ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഫംഗ്ഷൻ കോസ് ഇൻവേഴ്സിൻ്റെ ഒരു കർവാണെന്ന് കാണാം. അപ്പോൾ ഇവിടെ ആൻസർ, ആദ്യ പാർട്ടിൻ്റെ ആൻസർ കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഇതിൻ്റെ ഡൊമൈൻ എന്നുള്ളത്
ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. ഇതിൻ്റെ തന്നെ റേഞ്ച് 0 π. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π. Then മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Find the area of the triangle whose vertices are given by 2 7 1 1 10 8. മൂന്ന് പോയിൻ്റ് തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് ആണ് തന്നിരിക്കുന്നത്. അത് ഡിറ്റർമിനൻറ്റിൻ്റെ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നാം അതിൻ്റെ ഏരിയ കണ്ടെത്തുന്നു. അതായത് ഏരിയ കാണാൻ 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 2 7 1 1 1 1 10 8 1. ഇതാണ് ഏരിയ, ഡെൽറ്റ ഏരിയ കാണാനുള്ള ഫോർമുല. ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ 1/2 ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് 8 മൈനസ് 7 ഇൻറ്റു 1 മൈനസ് 10 പ്ലസ് 1 ഇൻറ്റു 8 മൈനസ് 10. ഡയറക്റ്റായിട്ട് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. 2 ഇൻറ്റു മൈനസ് 7 മൈനസ് 7 ഇൻറ്റു മൈനസ് 9 പ്ലസ് 1 ഇൻറ്റു മൈനസ് 2. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/2 ഇൻറ്റു മൈനസ് 14 പ്ലസ് 63 then മൈനസ് 2. ഫൈനൽ ആൻസർ വരിക 47/2. സ്ക്വയർ യൂണിറ്റ് ആണ്, ഏരിയയാണ് സ്ക്വയർ യൂണിറ്റ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 47 സ്ക്വയർ യൂണിറ്റ്. ദെൻ നാലാമത്തെ ചോദ്യം. എക്സാമിൻ വെദർ ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x equal to x plus 5 if x less than or equal to 1, x minus 5 if x greater than 1 is continuous or not. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നതാണ് പരിശോധിക്കേണ്ടത്. 1 എന്ന പോയിന്റിലാണ് നാം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1 എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് f of x ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1. ആ സമയത്തുള്ള f of x x പ്ലസ് 5. എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് 5 ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ കണ്ടെത്തിയ ലെഫ്റ്റ് ലിമിറ്റ് 6. ഇനി ഇതേ രീതിയിൽ റൈറ്റ് ലിമിറ്റ് കാണുന്നു. ലിമിറ്റ് x ടെൻസ് ടു 1 പ്ലസ് f of x ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 1 പ്ലസ് f of x എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ x മൈനസ് 5. എക്സിന് 1 കൊടുത്താൽ 1 മൈനസ് 5. ഇവിടെ കിട്ടുന്ന ആൻസർ മൈനസ് 4. ലെഫ്റ്റ് ലിമിറ്റ് 6, റൈറ്റ് ലിമിറ്റ് മൈനസ് 4. കൂടാതെ ഫംഗ്ഷൻ്റെ 1 എന്ന പോയിന്റിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് 1 പ്ലസ് 5 ഈക്വൽ ടു 6. അതായത് നമുക്കിതിനെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. അതായത് നമുക്ക് ആൻസർ ആയിട്ട് ഇതും കൂടി എഴുതാം. ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് f of x നോട്ട് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 1 പ്ലസ് f of x. അതായത് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. Therefore f is not continuous at x equal to 1. 1 എന്ന പോയിന്റിലാണ് നാം ഇവിടെ ടെസ്റ്റ് ചെയ്തത്. Then അടുത്ത question number 5. A stone is dropped into a quiet lake and waves move in circles at the speed of 5 cm per second. At the instant
when the radius of the circular wave is 8 centimeter, how fast is the enclosed area increasing? നമുക്കറിയാം ഒരു സ്റ്റോൺ ഒരു ക്വയറ്റ് ലേക്കിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ അത് സർക്കുലർ മോഷനാണ് സംഭവിക്കുക. ആ വേവ്സ് ഓരോ സർക്കിളായിരിക്കും. ആ വേവ് മൂവ് ചെയ്യുന്ന സ്പീഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് റേഡിയസിൽ വരുന്ന വർധനവ് 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 8 സെൻറ്റിമീറ്റർ വേവ് വരുമ്പോൾ ഏത് തോതിലാണ് ഏരിയ വർദ്ധിക്കുന്നത്? നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ ഏരിയ കാണാനുള്ള ഫോർമുല എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അതിൽ തന്നെ ആർ എന്ന് പറഞ്ഞാൽ വേർ ആർ ഈസ് ദ റേഡിയസ്. ആർ ഈസ് ദ റേഡിയസ്. കൂടാതെ എ എന്ന് പറഞ്ഞാൽ എ ഈസ് ദ ഏരിയ. കൂടാതെ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ റേഡിയസിൽ വരുന്ന മാറ്റം ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി ആണ് തന്നിരിക്കുന്ന 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. റേഡിയസിൽ വരുന്ന മാറ്റം തന്നു. ഏരിയയിൽ വരുന്ന മാറ്റം കാണാൻ ഡി എ ബൈ ഡി ടി. ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 2 പൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇവിടെ ക്വസ്റ്റ്യൻ ഡി എ ബൈ ഡി ടി വെൻ ആർ ഈക്വൽ ടു 8. റേഡിയസ് 8 സെൻറ്റിമീറ്റർ വരുമ്പോഴുള്ളത് കാണാൻ 2 ഇൻറ്റു പൈ ഇൻറ്റു 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 80 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് ഏരിയയിൽ വരുന്ന മാറ്റം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യം. എഫ് എൻ ടു എൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഈസ്. ഇത് 1 1 ആൻഡ് ഓൺ ടു 1 1 ബട്ട് നോട്ട് ഓൺ ടു, നോട്ട് 1 1 ആൻഡ് നോട്ട് ഓൺ ടു ബട്ട് നോട്ട് 1 1. അതായത് ഇവിടെ നമുക്കറിയാം ഫങ്ഷൻ 1 1 ഫങ്ഷനാണ്. എന്നാൽ ഇത് ഈവൺ എലമെൻറ്റുകൾക്ക് മാത്രമേ ഇമേജ് ഉള്ളൂ. 1ന് പ്രീ ഇമേജ് ഇല്ല, 3ക്ക് പ്രീ ഇമേജ് ഇല്ല, 5ന് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. 1 1 ആണ്, എന്നാൽ ഓൺ ടു അല്ല. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം, എഫ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x ക്യൂബ്, ജി ആർ ടു ആർ ഗിവൺ ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3. എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് നേരിട്ട് തന്നിട്ടുണ്ട്, എക്സ് റേസ് ടു 1/3. നമുക്കറിയാം എഫിൻ്റെ മീനിങ് എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈങ് ബൈ 8 ദെൻ പവർ 3 റേസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 8 ഇൻറ്റു എക്സ് റേസ് ടു 1/3, അതിനൊരു പവർ 3 കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ വരിക 8x. ഒരു പാർട്ട് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് 8x ക്യൂബ്. എഫ് ഓഫ് എക്സ് 8x ക്യൂബ്. ജി എന്ന് പറഞ്ഞാൽ ഇതിനെ പവർ 1/3 ആക്കുകയാണ്. 8x ക്യൂബ് എന്നതിൻ്റെ പവർ 1/3. ഇതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2x ഓൾ ക്യൂബ് എന്നെഴുതാം. അതിൻ്റെ പവർ 1/3 ആക്കുന്നു. പവർ ക്യാൻസൽ ചെയ്യുന്നു. ഫൈനൽ ആൻസർ 2x. നമുക്ക് കിട്ടിയത് എഫ് കോമ്പോസിഷൻ ജി 8x ഉം ജി കോമ്പോസിഷൻ എഫ് 2x ആണ്.
അതുകൊണ്ട് ഇതിലെ അടുത്ത പാർട്ടായിട്ടുള്ള ആൻസറായിട്ട് എഫ് കോമ്പോസിഷൻ ജി നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ്. ദെൻ ഏഴാമത്തെ ചോദ്യം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 2 0 9 and x minus y equal to matrix 3 6 0 minus 1. Find x and y. നമുക്കിതിനെ ഒന്നാമത്തെ ഇക്വേഷൻ എന്നും രണ്ടാമത്തെ ഇക്വേഷൻ എന്നും കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കിട്ടി. ആദ്യത്തേനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. കൂടുതൽ മാറ്റങ്ങളില്ല. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാവുന്നതാണ്. Then 1 plus 2 implies 1 plus 2 implies 2x equal to രണ്ട് മെട്രിക്സും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈക്വൽ ടു 8 8 0 8. അതിൽ നിന്ന് x ഈക്വൽ ടു എല്ലാറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 4 0 4 x കിട്ടി. ഇതേ കാര്യം ഒന്നാമത്തെ ഇക്വേഷനിൽ അല്ലെങ്കിൽ രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y ഈക്വൽ ടു 5 2 0 9. അതിൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ മതിയായിരിക്കും. ഈക്വൽ ടു 5 2 0 9 ദെൻ മൈനസ് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയത് 4 4 0 4. സിംപ്ലിഫൈ ചെയ്താൽ വരുന്ന ആൻസർ വൈയുടെ വാല്യൂ 1 മൈനസ് 2 0 5. ഇതാണ് നമുക്ക് കിട്ടിയ വൈയുടെ വാല്യൂ എക്സ് വൈ. ദെൻ എട്ടാമത്തെ ചോദ്യം, show that 3 cos inverse x equal to cos inverse 4x cube minus 3x. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് put x equal to cos theta, theta equal to cos inverse x. നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം 4x cube minus 3x 4 cos cube theta minus 3 cos theta എന്നത് cos 3 തീറ്റയുടെ ഫോർമുലയാണ്. നമുക്ക് ആർ എച്ച് എസിൽ നിന്ന് തുടങ്ങാം. കോസ് ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ ഈക്വൽ ടു cos inverse cos 3 theta equal to 3 theta equal to 3 cos inverse x 3 cos inverse x. RHS നിന്ന് സ്റ്റാർട്ട് ചെയ്ത് LHSലേക്ക് എത്തിക്കഴിഞ്ഞു. ദെൻ ഇതിലെ അടുത്ത ചോദ്യം സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനാണ്. നമുക്കറിയാം റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഒന്നുകിൽ സീക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ കൊസീക്ക് കൊടുക്കാം. ഇവിടെ നാം ചെയ്യുന്നത് പുട്ട് എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ പുട്ട് എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ. അതുകൊണ്ട് തന്നെ തീറ്റ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. ദെൻ നമ്മുടെ ചോദ്യം കോട്ട് ഇൻവേഴ്സ് 1 by root of x square minus 1 equal to cot inverse 1 by root of x square sec square theta minus 1 equal to cot inverse 1 by sec square theta minus 1 എന്ന് പറഞ്ഞാൽ tan square theta root tan square theta equal to tan theta equal to cot inverse cot theta. Cot inverse cot theta എന്ന് പറഞ്ഞാൽ theta and theta is
sec inverse x. അപ്പോൾ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം sec inverse x. ദെൻ അടുത്ത ചോദ്യം 9ാമത്തെ ഫൈൻഡ് dy by dx if x square plus y square equal to a square. നാം ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷ്യേറ്റിംഗ് with respect to x on both sides, we get x square 2x, y square 2y into dy by dx. A is taken as a constant. Then x plus y into dy by dx equal to 0. Y into dy by dx, y into dy by dx equal to minus x, or dy by dx equal to minus x by y. Then 9ലെ രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് dy by dx if x equal to a into theta minus sin theta, y equal to a into 1 plus cos theta. തീറ്റ എന്നുള്ളത് പാരാമീറ്റർ ആണ്, അതുകൊണ്ട് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ എന്നർത്ഥം. ആദ്യം എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ, വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ. അതുകൊണ്ട് നാം ഡെറിവേറ്റീവ് കാണുന്നത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, ഡി എക്സ് ബൈ ഡി തീറ്റ, എ ഇൻറ്റു തീറ്റ 1 മൈനസ് സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. Then dy by d theta, dy by d theta equal to a into 1 in derivative 0, sin cos theta derivative minus sin theta. Then നമുക്ക് കാണാനുള്ളത് dy by dx, dy by dx equal to dy by d theta by dx by d theta. സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് എ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ dy by dx ഈക്വൽ ടു എ ക്യാൻസൽ ചെയ്യാം, ദെൻ മൈനസ് സൈൻ തീറ്റ എന്നുള്ളതിന് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്നെഴുതാം, ബൈ 1 മൈനസ് കോസ് തീറ്റ എന്നുള്ളതിന് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2, 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സിംപ്ലിഫൈ ചെയ്താൽ 2 ക്യാൻസൽ ചെയ്തു, സൈൻ തീറ്റ ക്യാൻസൽ ചെയ്താൽ മൈനസ് കോട്ട് തീറ്റ ബൈ 2. ഇതാണ് ഈ സമയത്തുള്ള dy by dxൻ്റെ ആൻസർ. ദെൻ 10ാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈസ് നൈദർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഓൺ -1 1 എന്ന ഓപ്പൺ ഇൻ്റർവൽ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. ഡെറിവേറ്റീവ് കാണുന്നു എഫ് ഡാഷ് എക്സ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് എക്സിൻ്റെ -1. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 2x minus 1 equal to 0 implies 2x equal to 1, 2x equal to 1 എന്ന് കിട്ടി. അതായത് x equal to 1/2. അതായത് x equal to 1/2 എന്നത് റിയൽ ലൈനിനെ 2 ഇൻ്റർവെലാക്കി തിരിക്കുന്നു, -∞, ∞. അതിലൊരു പോയിൻ്റാണ് 1/2.
അതായത് -∞ 1/2 എന്നും 1/2 ഇൻഫിനിറ്റി എന്നീ രണ്ട് വ്യത്യസ്ത ഇൻ്റർവെലാക്കി മാറ്റുന്നു. അതിൽ -∞ 1/2 ഇതിൽ വരുന്ന ഒരു പോയിൻ്റാണ് 0. ഇപ്പോൾ നാം ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് f'0ൻ്റെ വാല്യൂ എന്താണെന്ന്. അത് ഏറ്റവും നല്ലത് ഈ ഡെറിവേറ്റീവ് കണ്ട ഉടനെ കൊടുക്കുകയാണ്. അതായത് എക്സിന് 0 കൊടുത്താൽ f'0 ഈക്വൽ ടു -1 വിച്ച് ഈസ് ലെസ് ദാൻ 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് -∞ 1/2 എന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് f' എന്നുള്ളത് നെഗറ്റീവാണ്. അതുകൊണ്ട് ആ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ്ങുമാണ്. 1/2 ഇൻഫിനിറ്റി എന്ന ഭാഗത്ത് ഇൻക്രീസിങ്ങുമാണെന്നാണ് നാം അതിൻ്റെ കൺക്ലൂഷനായിട്ട് എഴുതുന്നത്. അതായത് f' ലെസ് ദാൻ 0 ഓൺ, ഇവിടെ ഇൻ്റർവെല് -1 1 ആയതുകൊണ്ട് നമുക്ക് ആ ഇൻ്റർവെല്ലിനെ ഒന്ന് മാറ്റാം. -∞ അല്ല, -1, 1/2. കൂടാതെ f' എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ് ഓൺ ദ ഇൻ്റർവെൽ 1/2, 1. ഇതിൻ്റെ ഇടയിലുള്ളൊരു പോയിൻ്റാണ്. നമ്മളൊരു ചെറിയ ഭാഗം മാത്രമാണ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ദെൻ ഫൈനൽ കൺക്ലൂഷനായിട്ട് f(x) ഈസ് decreasing on -1, 1/2. f(x) is increasing on 1/2, 1. ഒരു ഭാഗത്ത് ഇൻക്രീസിങ്ങും ഒരു ഭാഗത്ത് ഡിക്രീസിങ്ങുമാണ്. അതായത് f(x) is neither increasing nor decreasing. Neither decreasing on ഓപ്പൺ ഇൻ്റർവെൽ -1, 1. അതായത് ഈ ഇൻ്റർവെല്ലിലെ ഒരു ഭാഗത്ത് ഇൻക്രീസിങ്ങുമാണ്, ഒരു ഭാഗത്ത് ഡിക്രീസിങ്ങുമാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 11 മുതൽ 13 വരെയുള്ള ഏതെങ്കിലും 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 6 സ്കോർ വീതം. ഇവിടെ ചെയ്യാനുള്ളത് ഫൈൻഡ് dy/dx. x raised to y equal to y raised to x. x raised to y equal to y raised to x. പവറാണ്. f(x) raised to g(x) ആണ്. അതുകൊണ്ട് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കേണ്ടി വരും. log x raised to y equal to log y raised to x. ലോഗിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ y log x equal to x log y. ഡെറിവേറ്റീവ് കണ്ടാൽ y ഇൻറ്റു ഡെറിവേറ്റീവ് log x 1/x പ്ലസ് log x ഇൻറ്റു ഡെറിവേറ്റീവ് y y1 ഈക്വൽ ടു x ഇൻറ്റു ഡെറിവേറ്റീവ് log y 1/y ഇൻറ്റു ഡെറിവേറ്റീവ് y y1 പ്ലസ് log y ഇൻറ്റു ഡെറിവേറ്റീവ് x ഇൻറ്റു 1. അതിൽ നിന്ന് y1 ഉള്ള ടേം ഗ്രൂപ്പ് ചെയ്യുന്നു. y1 ഉള്ളത് log x, പിന്നെ x/y ഈക്വൽ ടു ബാക്കി വരുന്നത് log y മൈനസ് y/x. dy/dx എല്ലാം ലെഫ്റ്റ് സൈഡിൽ ഗ്രൂപ്പ് ചെയ്യുന്നു, അല്ലാത്ത ഭാഗം റൈറ്റ് സൈഡിലും ഗ്രൂപ്പ് ചെയ്യുന്നു. y1 ഇൻറ്റു LCM കണ്ടാൽ y log x മൈനസ് x ബൈ y ഈക്വൽ ടു
x log y minus y by x. LCM x. Then y1 equal to x log y minus y by x. Then y log x minus x. ബാക്കി ഇവിടെ ഒരു y ടേം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ dy by dx ഈക്വൽ ടു എക്സ് ലോഗ് വൈ മൈനസ് വൈ ഇൻറ്റു വൈ ബൈ എക്സ് ഇൻറ്റു വൈ ലോഗ് എക്സ് മൈനസ് എക്സ്. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ സിമെട്രിക് ആണ്. എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ്. എക്സ് ലോഗ് വൈ ന്യൂമറേറ്ററിലുണ്ട്, അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ വൈ ലോഗ് എക്സ് ഉണ്ട്. മൈനസ് വൈ ഉണ്ട്, അതുകൊണ്ട് പകരം മൈനസ് എക്സ് ഉണ്ട്. ന്യൂമറേറ്ററിൽ വൈ ഉണ്ട്, പകരം അതിനനുസരിച്ച് എക്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ സിമെട്രിക് ആണെങ്കിൽ ആൻസറും സിമെട്രിക്. ദെൻ ഇതിലെ രണ്ടാമത്തെ ചോദ്യം y ഈക്വൽ ടു 3 cos log x പ്ലസ് 4 sin log x. അതിനെ ഡെറിവേറ്റീവ് കാണുന്നു. y1 ഈക്വൽ ടു മൈനസ് 3 sin log x ബൈ ഡെറിവേറ്റീവ് log x 1 by x പ്ലസ് 4 sin log xൻ്റെ 4 cos log x ഇൻറ്റു ഡെറിവേറ്റീവ് log x 1 by x. കംപ്ലീറ്റ് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് y1 ഈക്വൽ ടു മൈനസ് 3 sin log x പ്ലസ് 4 cos log x. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് വീണ്ടും ഡെറിവേറ്റീവ് കണ്ടാൽ y ഇൻറ്റു ഡെറിവേറ്റീവ് y1 y2 പ്ലസ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x1 ഈക്വൽ ടു മൈനസ് 3 cos log x. sin log xൻ്റെ ഡെറിവേറ്റീവ് cos log x, ഡെറിവേറ്റീവ് log x 1 by x. 4 cos log xൻ്റെ ഡെറിവേറ്റീവ് 4 sin log x ഇൻറ്റു ഡെറിവേറ്റീവ് log x 1 by x. കംപ്ലീറ്റ് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1 ഈക്വൽ ടു മൈനസ് ഒന്ന് കോമൺ ആയിട്ട് പുറത്തെഴുതിയാൽ 3 cos log x പ്ലസ് 4 sin log x. ഈ ബ്രാക്കറ്റിൽ വരുന്ന ടേം y ആണ്. അപ്പോൾ നമുക്കിതിനെ എക്സ് സ്ക്വയർ y2 പ്ലസ് എക്സ് y1 then plus y equal to 0. then അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ഇവാലുവേറ്റ്. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം മെയിൻ ഡയഗണലിൻ്റെ പ്രോഡക്റ്റ് മൈനസ് സബ് ഡയഗണൽ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഒന്നിലധികം ടേം വരുമ്പോൾ ബ്രാക്കറ്റ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് സ്ക്വയർ മൈനസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇപ്പോൾ ഫൈനൽ ആൻസർ വരിക 1. ദെൻ ഇതിൽ രണ്ടാമത്തെ ചോദ്യം. ആ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നേരിട്ട് ചെയ്യാവുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ളത് 2x പ്ലസ് 5y ഈക്വൽ ടു 1 3x പ്ലസ് 2y ഈക്വൽ ടു 7. അതായത് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ax ഈക്വൽ ടു b. അതിൽ a എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. 2 5 3 2. കൂടാതെ ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ x, y വേരിയബിൾ. then capital B equal to 1 7. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ കാണുന്നു. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 2 5 3 2.
എക്സ്പാൻഡ് ചെയ്താൽ 4 മൈനസ് 15. മെയിൻ ഡയഗണലിൻ്റെ പ്രോഡക്റ്റ് മൈനസ് സബ് ഡയഗണൽ ഈക്വൽ ടു മൈനസ് 11, നോട്ട് ഈക്വൽ ടു 0. ദർഫോർ യുണീക്ക് സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. നമുക്കറിയാം എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ. അഡ്ജോയിൻ്റ് എ then ഇൻറ്റു മാട്രിക്സ് ബി മൈനസ് 1/11 ഇൻറ്റു അഡ്ജോയിൻ്റ് കാണാൻ 2/2 മാട്രിക്സ് ആണെങ്കിൽ മെയിൻ ഡയഗണൽ പരസ്പരം മാറ്റുന്നു. ബാക്കി വരുന്നതിൻ്റെ ചിഹ്നം മാറ്റുന്നു. ബാക്കി വരുന്നതിൻ്റെ ചിഹ്നമാണ് മാറ്റുന്നത്. -5 then -3 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 17 ഈക്വൽ ടു -1/11 ഇൻറ്റു എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 2 ഇൻറ്റു 1 2 -5 ഇൻറ്റു 7 -35 then -3 പ്ലസ് 14. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈക്വൽ ടു -1/11 ഇൻറ്റു സിംപ്ലിഫൈ ചെയ്താൽ -33 11 ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്താൽ 3 -1. ഇത് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് കോമ വൈ മാട്രിക്സ് എക്സ് വൈ. അതായത് എക്സ് ഈക്വൽ ടു 3 y ഈക്വൽ ടു -1. സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കൺസ്ട്രക്റ്റ് എ 2/2 മാട്രിക്സ് whose elements are given by aij ഈക്വൽ ടു 2i മൈനസ് j. ഇവിടെ തന്നിരിക്കുന്ന aij എന്ന് പറഞ്ഞാൽ aij ഈക്വൽ ടു 2i മൈനസ് j. 2/2 ആയതുകൊണ്ട് a11 കാണണം, iക്ക് 1 jക്ക് 1. 2 - 1 നമുക്ക് കിട്ടുന്ന ആൻസർ 1. then a12 ഈക്വൽ ടു 2 - 2 iക്ക് 1 jക്ക് 2 0. then a21 2 into 2 4 4 minus 1 equal to 3. then a22 4 minus 2 equal to 2. ഇപ്പോൾ ആവശ്യമായ 4 എലമെൻറ്റും നാം കണ്ടെത്തി. അതിന് നമുക്ക് വേണമെങ്കിൽ മാട്രിക്സ് എ എന്ന് പേര് കൊടുക്കാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു 1 0 3 2 മാട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്തു. ഇനി ഇതിലെ അവസാന ചോദ്യം, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി ആൻഡ് ഡി ഓഫ് ദ ഇക്വേഷൻ എ മൈനസ് ബി 2a പ്ലസ് സി 2a മൈനസ് ബി 3c പ്ലസ് ഡി എന്ന മാട്രിക്സിൻ്റെ വാല്യൂ -1 5 0 13. നമുക്ക് ഓരോന്നായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് a മൈനസ് ബി ഈക്വൽ ടു -1 2a മൈനസ് ബി ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുന്നു. ആദ്യത്തേനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, രണ്ടാമത്തേനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. then 2 minus 1 implies 2a minus a, അതായത് a ഈക്വൽ ടു 0 minus -1 that is 1. a ഈക്വൽ ടു 1. a ഈക്വൽ ടു 1 എന്നുള്ളത് ഒന്നാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും b ഈക്വൽ ടു 2. എയും ബിയും കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എയും ബിയും കിട്ടിയ 2a പ്ലസ് സി ഈക്വൽ ടു 5.
എയുടെ വാല്യൂ 1 ആണെന്ന് അറിയാം. അതുകൊണ്ട് സി ഈക്വൽ ടു 5 മൈനസ് 2a ഈക്വൽ ടു 5 മൈനസ് എയുടെ വാല്യൂ 1 ആണ്. 2 ഇൻറ്റു 1 2. അപ്പോൾ സിയുടെ വാല്യൂ 3. സി ഈക്വൽ ടു 3. ഇനി അടുത്തൊരു ഇക്വേഷൻ വരുന്നത് 3c പ്ലസ് ഡി ഈക്വൽ ടു 13. അതിൽ സിയുടെ വാല്യൂ നമുക്കറിയാം 3 ആണ്. 3 ഇൻറ്റു 3 9 പ്ലസ് ഡി ഈക്വൽ ടു 13. അതിൽ നിന്ന് ഡി ഈക്വൽ ടു 13 മൈനസ് 9 ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂ ആയി. അതായത് എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3, കൂടാതെ ഡി ഈക്വൽ ടു 4. ഈ 4 വാല്യൂസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണാനുണ്ടായിരുന്നത്. ഇതോടെ ഈ പാർട്ട് 1ലുള്ള കോഡ് സിയുടെ കംപ്ലീറ്റ് ആൻസറായി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.